ഇന്ന് ശിവരാത്രിയാണ്. അപൂർവമായിട്ട് മാത്രമാണ് ശിവരാത്രി സമയത്ത് ഇവിടെ ഒരു പ്രഭാഷണം ഉണ്ടാകുന്നത്. മിക്കവാറും ശിവരാത്രി സമയത്ത് തിരുവണ്ണാമലയിലായിരിക്കും. ഈ പ്രാവശ്യം ശിവരാത്രിക്ക് തിരുവണ്ണാമലയിൽ എത്താൻ അനുവാദമില്ലായിരുന്നു. നമ്മൾ വിചാരിച്ച ഒന്നും നടക്കില്ലല്ലോ. എല്ലാം അവിടുത്തെ അനുവാദം ഉണ്ടായിരിക്കണം. ഈശ്വരേച്ഛ അനുസരിച്ച് മാത്രമേ എല്ലാം നടക്കൂ. അതാരായാലും ശരി, ശിവനായാലും ശരി, പാർവതി ആയാലും ശരി, ആരാണെങ്കിലും ശരി, ഈശ്വരേച്ഛ. ശിവനും അപ്പുറം ഈശ്വരത്വം ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആ ശിവസ്വരൂപത്തിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങളൊക്കെ എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. എത്താനായിട്ട് ദൂരമേയില്ല. തദ്ദൂരേ തദന്തികേച്ച. വസ്തുബോധത്തിലേക്ക് ഉണരാത്തവർക്ക് അതകലെയാണ്. വസ്തുബോധത്തിലേക്ക് ഉണർന്നവർക്ക് അത് സ്വരൂപമാണ്. തന്നിലെ താൻ തന്നെയാണത്. ആ ശിവൻ താൻ തന്നെയാണ്. ശിവൻ എന്ന് പറയുമ്പോൾ ശിവം, ആ മംഗളസ്വരൂപം, നിങ്ങളെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ മംഗളസ്വരൂപം തന്നെയാണ് ശിവം. ശിവോഹം ശിവോഹം ശിവോഹം. സദാ ആ മന്ത്രത്തിൽ നിങ്ങൾ മുക്തരാകണം. ഏത് സമയത്താണ് നിങ്ങൾക്ക് ഈ ശരീരം വിട്ടുപോകേണ്ടത് എന്നറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് മാത്രമല്ല, പറയുന്ന സ്വാമിക്കും കേൾക്കുന്ന നിങ്ങൾക്കും സർവ്വ ആളുകൾക്കും ആ കൃത്യസമയമാകുമ്പോൾ അലാം കൊടുത്തിരിക്കുന്ന ടൈം പീസിൽ ഏത് പ്രകാരമാണോ അലാറം മുഴങ്ങുന്നത് അതുപോലെ കൃത്യമായിട്ടും ആ ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി പറഞ്ഞിരിക്കും. അതിനു മുൻപ് ഈ മാറ്റം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ? വെറുതെ കേട്ടോണ്ടിരുന്നാലൊന്നും കാര്യമില്ല, ഒരു പ്രയോജനവുമില്ല. പ്രയോജനമില്ലേ എന്ന് ചോദിച്ചാൽ പ്രയോജനമുണ്ട്. എന്താ? കേൾക്കുന്നതിനനുസരിച്ച് അതിൻ്റെ അനുരണനം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. ഓരോ ശബ്ദവും നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതുമായിട്ട് നിങ്ങൾ എത്രമാത്രം താതാത്മ്യം പ്രാപിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് അത് നിങ്ങളിൽ സ്വാംശീകരിക്കപ്പെടുന്നത്. ഓരോരുത്തരിലും അത് സ്വാംശീകരിക്കണം. നിങ്ങളിലുണ്ടായിട്ടും നിങ്ങൾ അതിനെ അറിയാതെ അതിനെ അന്യമായിട്ട് കരുതിയിരിക്കുകയാണ്. തൻ്റെ ഉള്ളിൽ താനായിരിക്കുന്ന സ്വസ്വരൂപം തന്നെയാണ് ആ ശിവം, മംഗളസ്വരൂപം. അതിനെ അറിഞ്ഞ് നിരന്തര വിചാരത്തിലൂടെ ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ അതിലേക്ക് ഉയർത്തി അതിൽ പ്രതിഷ്ഠിതമാക്കുന്നത്, ദാറ്റ് ഈസ് ആത്മസാക്ഷാത്കാരം. ആർക്കുമാകാം. അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ കുട്ടിയെന്നോ വലുതെന്നോ ഒരു വ്യത്യാസവുമില്ല. തിരിച്ചറിവുള്ള കുട്ടിയായിരിക്കണം. തിരിച്ചറിവുള്ള ആർക്കും ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസൽമാനോ ഒന്നുമല്ല. ഞാൻ ആ നാമരൂപരഹിതമായ ആ ചൈതന്യം. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം. ഇതെത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ നാമരൂപ ഗുണദോഷവർജിതം എന്നുള്ളത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആരുടെ ഉള്ളിൽ അത് കൊളുത്തി പിടിച്ചിട്ടുണ്ട്? ആലോചിച്ച് നോക്കൂ. എത്ര പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് അഹമസ്മി തത് ത്വമസി. അതാണ് നിങ്ങൾ, അതാണ് ഞാൻ. ഐ എം ദാറ്റ്.
ആ ബോധത്തിലേക്ക് നിങ്ങൾ ഉണരണം. ആ ഉണർവിനെ സദാ നിലനിർത്തണം. സദാ നിലനിർത്തുന്നതിനുള്ള മാർഗമാണ് ശിവോഹം, ശിവോഹം, ശിവോഹം. ആ മന്ത്രം തൻ്റെ ശ്വാസത്തോടൊപ്പം ചേർത്ത് നിർത്തണം. ശിവോഹം, ശിവോഹം. ശ്വാസോച്ഛ്വാസ ഗതി പോലെ നമ്മുടെ ഉള്ളിൽ ആ മന്ത്രവും സദാ ഉയർന്നുകൊണ്ടിരിക്കണം. ശിവോഹം, ശിവോഹം, ശിവോഹം. ഒന്നിൽ നിന്നും ഒഴിയണ്ട. ഭാര്യയെ കളയണ്ട, ഭർത്താവിനെ കളയണ്ട, കുടുംബം കളയണ്ട, ഒളിച്ചോടണ്ട, കാട്ടിൽ പോകണ്ട, സന്യാസം സ്വീകരിക്കേണ്ട, ഒന്നും വേണ്ട. നിങ്ങളെവിടെയാണോ ഇരിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണോ കഴിയുന്നത്, അതൊക്കെ നിങ്ങളുടെ പ്രാരബ്ധം. ബി വിത്ത് ഇറ്റ്. അതിനോടൊപ്പം ഇരുന്നു കൊണ്ട് തന്നെ ഈ നിലയിലിരിക്കുന്നതാരാണ്? എന്നിലെ ഞാൻ. ആ ധാരണ ഉണ്ടായിരിക്കണം. പക്ഷേ ഞാനെന്ന് പറയുന്നത് എന്നിലെ ഈ ഞാനല്ല. ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ശുദ്ധ സ്വരൂപം, അതാണ് തന്നിലെ താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ മാറ്റി പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പോഴെല്ലാവരും ഞാൻ, കുട്ടപ്പൻ, ഗോപാലകൃഷ്ണൻ, നായർ, ഈഴവൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ച് നടക്കുകയാണ്. അതൊന്നുമല്ല നിങ്ങൾ. നിങ്ങൾ നായരോ ഈഴവനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഒന്നുമല്ല. ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ. ആ ബ്രഹ്മസ്വരൂപം തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് കേൾക്കുന്നു, അറിയുന്നു. ആ അറിവിനെ നിങ്ങൾ സദാ നിരന്തര വിചാരത്തിലൂടെ തന്നിൽ തന്നെ നിലനിർത്തണം. അതിനുള്ള മാർഗമാണ് ശിവം, ആ മംഗളസ്വരൂപം. അതാണ് ഞാൻ എന്ന് ബോധിച്ച് അതിൽ നിന്ന് അണുവട വ്യതിചലിക്കാത്ത തരത്തിൽ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തണം. കാരണം എന്താ? എപ്പോഴാണ് പിടി വീഴുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എപ്പോഴാണ് നമ്മൾ തന്നെ കടാര എടുത്ത് നമ്മുടെ നെഞ്ചത്ത് കുത്തി കയറ്റുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ, അല്ലേ? നമ്മുടെ ഒരാൾ ചെയ്തത് അങ്ങനല്ലേ? കയ്യിരുന്ന തോക്കെടുത്ത് തന്നെത്താൻ വെട്ടിവെച്ചു, നെഞ്ചിലേക്ക് വെട്ടിവെച്ചു. ആരായിരുന്നു? റോയ്. അത് അദ്ദേഹത്തിൻ്റെ സമയം തീർന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. അദ്ദേഹത്തിന് തന്നെ നിർദ്ദേശം കൊടുത്തു, അദ്ദേഹത്തെ തന്നെ ഉപകരണമാക്കി, പ്രകൃതി അദ്ദേഹത്തെ തന്നെ ഉപകരണമാക്കി ആ ശരീരത്തിൽ നിന്ന് ജീവനെ വേർതിരിപ്പിച്ചു. എല്ലാം അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും കഴിയില്ല. അതൊക്കെ പ്രകൃതിയുടെ പ്രഭാവങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് പട്ടിയുടെ ആയാലും ശരി, കാക്ക പറന്നുകൊണ്ടിരുന്ന കാക്ക ഇങ്ങനെ വൈദ്യുതി ലൈനിൽ വന്നിടിച്ച് ചടപടാന്ന് ഉരുണ്ട് താഴെ വീണ് അതിൻ്റെ ജീവൻ പോകുന്നു. അതുപോലെ തന്നെയാണ് റോയിയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞതും സർവ്വ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും ഉള്ളിൽ നിന്ന് ആ ജീവൻ പിരിയുന്നത്. ആ പിരിയുന്ന ജീവൻ പക്ഷിമൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ഉള്ളിൽ നിന്ന് പിരിയുന്ന ജീവൻ വീണ്ടും രൂപം മാറി 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 മനുഷ്യ ശരീരത്തിലേക്ക് വരാനുള്ള യാത്രയാണ്. മനുഷ്യ ശരീരത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷവും കർമ്മഫലാനുസാരം അനവധി ശരീരങ്ങളിൽ കൂടി കർമ്മഫലം അനുഭവിച്ച് വീണ്ടും മനുഷ്യ ശരീരത്തിലേക്ക് വരും. എന്തിനാണ്? ഈ സംസാര ജീവിതത്തിനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട്. ഇനി ജന്മമുണ്ടാകാത്ത തരത്തിലുള്ള നില ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് അവസരം. എത്രയോ പ്രാവശ്യം നമ്മൾ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന ആളുകൾ
എത്രയോ പ്രാവശ്യം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ ഈ കൊച്ചു മുറിക്കകത്ത് വന്നിരുന്ന് എന്താ കേൾക്കുന്നത്? ഇനി ജന്മമില്ലാത്ത നില ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗം. കേട്ടു. ആ മാർഗം പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ? സാധിക്കും. ആർക്ക്? അതിനെ ആരാണോ സ്വാംശീകരിക്കുന്നത്. എന്താ കേൾക്കുന്നത് നിങ്ങൾ? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല. നാമരൂപരഹിതമായ ആ സച്ചിദാനന്ദ സ്വരൂപം, സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ഏകമായ ഈശ്വര സ്വരൂപം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി. ആ സാക്ഷി സ്വരൂപം, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന എന്നിലെ ആ ശുദ്ധ സാക്ഷി സ്വരൂപം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ ഉണർവോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആരുടെ ശ്രദ്ധയാണോ അതുമായിട്ട് താതാത്മ്യപ്പെടുന്നത്, അത് ബോധിച്ച് ഞാൻ അതാണ് എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ സദാ ആരാണോ ഈ ശരീരത്തിൽ സദാ വാഴുന്നത് അവർക്ക് മാത്രമേ, അതാണ് യമേ വൈഷവ്രണുതേ കഠോപനിഷത്തിൽ നചികേതസ് പറയുന്നത്. യമേ വൈഷവ്രണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം. തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ, ഈ കേട്ട ഈ തത്വത്തെ ഏതൊരാളാണോ ഉൾക്കൊള്ളുന്നത്, സ്വീകരിക്കുന്നത്, ഇനി മുതൽ ഞാൻ അതുതന്നെ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നത്, ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ ആരാണോ സദാ നിലനിർത്തുന്നത് അവൻ അതായിത്തീരും. ഒരുത്തരുടെയും അനുവാദം വേണ്ട, ഒരുത്തരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല, ഒരു സാധനയും ചെയ്യേണ്ട കാര്യമില്ല. ഈ കേൾക്കുന്ന അറിവ് ഉണർവായിട്ട് സദാ നിലനിർത്തുക, അതുമാത്രം മതി. എന്താ അറിവ്? ഈ നാമരൂപധാരിയായ ശരീരാഭിമാനിയായ എന്നിലെ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, ആ സാക്ഷി സ്വരൂപം, അതെന്നിൽ മാത്രമല്ല. ആ സാക്ഷി ചൈതന്യം എന്നിലെയും സാക്ഷിയാണ്, അവനിലെയും സാക്ഷിയാണ്, അവളിലെയും സാക്ഷിയാണ്, ഹിന്ദുവിലെയും സാക്ഷിയാണ്, ക്രിസ്ത്യാനിയിലെയും സാക്ഷിയാണ്, സർവചരാചരങ്ങളിലും സാക്ഷി സ്വരൂപമായിരിക്കുന്ന ആ ശുദ്ധ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറയുന്നത്. അല്ലാതെ കാഷായം ഇട്ട് താടി മടത്തി ചുമ്മാ നടക്കുന്നതല്ല ആധ്യാത്മികത. അതിനിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ അറിവ് നില ഏതൊരാളാണോ തൻ്റെ ഉള്ളിൽ സദാ നിലനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുന്നത്, എന്തെല്ലാം വ്യാപാരങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടോ, ആ ചന്തയിൽ മീൻ കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ ആ മീൻ കച്ചവടത്തിൽ സദാ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ ഭാവം, ഈ കച്ചവടം നടത്തുന്ന മീൻകാരനല്ല ഞാൻ, അതിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യ സ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ഭാവത്തിലേക്ക് അയാളുടെ ശ്രദ്ധ ഉണർന്നിട്ടുണ്ടെങ്കിൽ അയാൾ ആത്മസാക്ഷാത്കാരം നേടും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയ. ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണ അധിഗച്ഛതി. ആ ജ്ഞാനമാണ് നേടേണ്ടത്, ആ അറിവിലേക്കാണ് നിങ്ങൾ ഉണരേണ്ടത്. അത് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാതെ
നിസ്സാരമാക്കി കളയുകയാണെങ്കിൽ അത് മഹതോ വിനഷ്ടി, ഭയങ്കരമായ നഷ്ടം. എന്താ നഷ്ടം? ഈ ജീവിതത്തിൽ ഈ കേൾക്കുന്ന അറിവിനെ നിങ്ങളുടെ ശരീരത്തിൽ കൂടി, നിങ്ങളുടെ അറിവിൽ കൂടി, നിങ്ങളുടെ ബുദ്ധിയിൽ കൂടി നിങ്ങളിൽ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഇനി ജന്മമില്ലാത്ത നില. എങ്ങനെയാ ജന്മമില്ലാത്ത നില നിങ്ങൾക്കുണ്ടാകുന്നത്? അല്ലേ? ഇത് പറയുന്നത് കേൾക്കുന്നു, ജന്മമില്ലാത്ത നില നിങ്ങൾക്കുണ്ടാകും എന്ന് പറയുന്നു. എങ്ങനെയാ അത് ഉണ്ടാകുന്നത്? നമ്മുടെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനിൽ ഉറപ്പിക്കുക. ഞാനും താനും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഞാൻ അത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഞാനായിരിക്കുകയല്ലേ നിങ്ങളെല്ലാവരും. ആ നിങ്ങളുടെ ഉള്ളിൽ താൻ ഇല്ലേ? തന്നിലെ താൻ ഇല്ലേ? ആ സാക്ഷി ചൈതന്യം നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഉണർവോടുകൂടിയിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം നിങ്ങളുടെ ഉള്ളിലില്ലേ? ആരുടെ ഉള്ളിലാണ് ഇല്ലാത്തത്? അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ, ആണ്, പെണ്ണ് ഒരു വ്യത്യാസവുമില്ല. പക്ഷിമൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ഒക്കെ ഉള്ളിലുണ്ട്. പക്ഷേ അവകൾക്കൊന്നും ആ തിരിച്ചറിവില്ല. മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രമാണ് ആ തിരിച്ചറിവുള്ളത്. ആ തിരിച്ചറിവ് ഉപയോഗിച്ച് ഏതൊരാളാണോ രണ്ടിനെയും, അതായത് വെള്ളവും പാലും കലർന്ന മിശ്രിതത്തിൽ നിന്ന് നീരാത് ക്ഷീരം പൃഥകൃത്യ ഹംസോ ഭവതി ന അന്യത, ഹംസമാകുന്നത് എങ്ങനെ? അതുകൊണ്ടാണ് രാമകൃഷ്ണദേവനെ പരമഹംസൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? രാമകൃഷ്ണദേവൻ ഇതിനെ വേർതിരിച്ചെടുത്തു. തന്നിൽ ഞാനും താനും ഉണ്ടെന്നറിഞ്ഞ് ഞാനിനെ നീക്കിയിട്ട് അദ്ദേഹം തന്നിൽ താനായിട്ട് മാറി. രമണ മഹർഷി സദാ തന്നിലെ താനായിട്ട് മാറി. ആത്മസാക്ഷാത്കാരം നേടിയവരെല്ലാം തന്നിലെ താനായിട്ട് മാറി. നമ്മൾ ഏതു നിലയിലിരിക്കുന്നു? തന്നിലെ ഞാനായിട്ട് ഇരിക്കുകയാണ്. തന്നെക്കുറിച്ച് ബോധവും ഉണ്ട്, ഇപ്പോഴുണ്ട്, അല്ലേ? നമ്മൾ നിരന്തരമായിട്ട് കേട്ട് തന്നെക്കുറിച്ചുള്ള ബോധം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ ആ താനിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉറപ്പിച്ച് നിർത്താനുള്ള ശ്രമം ഇല്ല എന്ന് പറയുമ്പോൾ ചിലർക്ക് തോന്നും, ഉണ്ട് സ്വാമി, ശ്രമിക്കുന്നുണ്ട്. നിരന്തര ശ്രമമുണ്ടായിരിക്കണം. അല്ലേ? നമ്മളൊരു തെങ്ങി കയറണമെന്ന് പറഞ്ഞാൽ ഒറ്റ കയറ്റത്തിൽ കയറണം. പകുതി കയറിയിട്ട് ഇറങ്ങിയാൽ പോയില്ലേ? കാല് കഴിക്കണം സ്വാമി, കുറച്ച് ഇറങ്ങിയിട്ട് വിശ്രമിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിയാൽ വീണ്ടും ആദ്യം തൊട്ട് കയറണം. അതുപോലെ ഒരൊറ്റ സ്റ്റെപ്പിൽ മേളിലെത്തണം. അല്ലേ? ഇവിടുന്ന് റോക്കറ്റുകൾ കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ ആ ഒറ്റ പോക്കിൽ അവിടെ മേളിലെത്തണം. എന്നാൽ മാത്രമേ എത്തൂ. അതിന് നിരന്തരമായ ശ്രവണത്തിലൂടെ ബോധത്തിൽ അതങ്ങനെ ഉറയ്ക്കണം. ഇതാണ് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. നിധിധ്യാസനം പൂർണ്ണബോധത്തിൽ ഉറയ്ക്കണം. ഞാനെന്ന് പറയുന്നത് എന്നിലെ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ, നാട്ട് ഞാൻ. ഈ ധാരണ സദാസമയവും ആരാണോ തന്നിൽ നിലനിർത്തുന്നത്, ആരുടെ ശ്രദ്ധയാണോ അതിൽ തന്നെ സദാ നിലനിൽക്കുന്നത്, അപ്പോഴും നിങ്ങൾക്ക് സാധാരണ കർമ്മങ്ങളിൽ എല്ലാം വ്യാപരിക്കാം. ഒന്നിൽ നിന്നും ഒഴിയണ്ട. ബി വിത്ത് എവ്രിതിങ്, ബി വിത്ത് ദ വേൾഡ്, ബി വിത്ത് ദ ഫാമിലി, ബി വിത്ത് എവ്രിതിങ്.
എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ ശ്രദ്ധയുണ്ടാകണം. ഈ കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നിൽ ഈ ഞാനിനും സാക്ഷിയായിട്ട് നിൽക്കുന്ന തന്നിലെ താനാണ്, തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ഭാവത്തിലേക്ക് ആരുടെ ശ്രദ്ധയാണോ സദാ ഉണർവോടുകൂടി നിൽക്കുന്നത്, അപ്പോഴും ഞാൻ പ്രവർത്തന നിരതമായിരിക്കും. ആ ഞാനിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഞാനിനെയും കണ്ടുകൊണ്ട് ആ ഞാനിനും സാക്ഷിയായിട്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ ആണ് യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് ആരുടെ ശ്രദ്ധയാണോ ആ താൻ ഭാവത്തിൽ സദാ വിഹരിക്കുന്നത്, ആരുടെ ശ്രദ്ധയാണോ അതിൽ തന്നെ സദാ പുലരുന്നത്, ആ ഭാവം സദാ നിലനിർത്തണം. യദ്ഭാവോ തദ്ഭവതു. നിങ്ങൾക്ക് ആ നിലയിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ ആ ഭാവം സദാ നിലനിർത്തണം. ആ ഭാവം തന്നിലെ താനിൽ സദാ നിലനിർത്തുന്ന അവസരത്തിൽ നിങ്ങൾ ഞാനിൽ നിന്ന് ഒഴിയുന്നില്ല. ഞാൻ അവിടെ പ്രവർത്തനക്ഷമമായിരിക്കും. ആയിക്കോട്ടെ, അത് പ്രാരബ്ധം, അതിൻ്റെ വകുപ്പ് വേറെ, ഡിപ്പാർട്ട്മെൻറ്റ് വേറെ, അവിടെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ. ആ സമയത്ത് തന്നെ നിങ്ങൾ തിരിച്ചറിവ് ഉപയോഗിച്ച് തൻ്റെ ശ്രദ്ധയെ, അവിടെ തൻ്റെ ശ്രദ്ധയുടെ ആവശ്യമില്ല, പ്രാരബ്ധാനുസാരം ആ കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആ നിങ്ങളുടെ ശ്രദ്ധ ഉപയോഗിച്ച് ആ ഞാനിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ തന്നിലേക്ക് മാറ്റി, അതാണ് നീരാത്ത് ക്ഷീരം പൃഥകൃത്യ ഹംസോ ഭവതി അന്യഥ. അതുപോലെ സ്ഥൂലാദേഹി സ്വം പൃഥകൃത്യ, സ്ഥൂലഭാവത്തിൽ നിന്ന്, സ്ഥൂല ശരീരത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സൂക്ഷ്മഭാവത്തിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ മാറ്റുന്നത് അയാൾ ഹംസഭാവത്തിലേക്ക് ഉയരും, പരമഹംസാവസ്ഥയിലേക്ക് ഉയരും. രാമകൃഷ്ണ ദേവൻ ഏത് നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടോ ആ നിലയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉയരാൻ സാധിക്കും. രമണ മഹർഷി ഏതു നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടോ? എന്താ രമണ മഹർഷിയുടെ നില? ഞങ്ങൾക്കെല്ലാം അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എന്താ സംശയം? ഒരു സംശയവും വേണ്ട. എന്താ രമണ മഹർഷിയുടെ നില? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ മനുഷ്യനല്ല, നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപമാണ് എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധനിലയിൽ തന്നെ സദാസമയവും അദ്ദേഹം തൻ്റെ ശ്രദ്ധയെ നിലനിർത്തിയിരിക്കുന്നു. ദാറ്റ് ഈസ് രമണഭാവം. ആർക്കാകാൻ പാടില്ലാത്തത്? എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ആ ഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉയർത്താം. ആരുടെയും അനുവാദം ആവശ്യമില്ല. ആരുടെയെങ്കിലും അനുവാദത്തിന് കാത്തു നിൽക്കുന്നയാളാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അനുവാദം കിട്ടുകയില്ല. ഓഷോയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് സന്യാസം വാങ്ങിക്കാനായിട്ട് വന്നു. സന്യാസം കൊടുക്കാനായിട്ട് അദ്ദേഹം തുണിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തോട്ടിറങ്ങിപ്പോയി. വാങ്ങാൻ വന്നയാൾ എന്തിനാണ്? കൂട്ടുകാരനോട് ചോദിക്കാനായിട്ട് സന്യാസം വാങ്ങിക്കട്ടെ എന്ന്. അങ്ങനെ 3-4 പ്രാവശ്യം കൊടുക്കാൻ ഓഷോ റെഡിയാവുന്നു, അയാൾ ഇറങ്ങിപ്പോകുന്നു. സംശയം തീർക്കാൻ വേണ്ടിയിട്ട്, അനുവാദം വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർക്ക് ആ സന്യാസം വാങ്ങാൻ കഴിയുകയില്ല, സ്വീകരിക്കാൻ കഴിയുകയില്ല. എപ്പോഴാണോ സംഭവിക്കുന്നത് തീരുമാനമെടുക്കേണ്ടത് അപ്പോഴാണ്. സംശയം പാടില്ല. സംശയാത്മാ വിനശ്യതി. ഹിമാലയത്തിലേക്ക് കയറിക്കൊണ്ടിരുന്ന അവസരത്തിൽ എനിക്ക് സന്യാസത്തിൻ്റെ സംസാരം വന്നു. അപ്പോൾ തന്നെ തീരുമാനിച്ചു, സന്യാസം സ്വീകരിച്ചു. അപ്പോൾ തന്നെ
ഗംഗാനദിയുടെ ഉത്ഭവത്തിന് മുകളിൽ, ഗംഗോത്രിക്ക് മുകളിൽ വെച്ച് സ്വാമി സന്യാസം സ്വീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സന്യാസം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ സന്യാസം സ്വീകരിക്കണം. അദ്ദേഹം അതിന് റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 ജോഡി കാഷായ വസ്ത്രങ്ങൾ, വെള്ള മുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിച്ച് ഡൈ ചെയ്ത് 2 ജോഡി കാഷായം കയ്യിൽ സഞ്ചിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നോടൊപ്പം വേറൊരു സുഹൃത്തുമുണ്ടായിരുന്നു, രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ബ്രഹ്മചാരിയും ഉണ്ടായിരുന്നു. അപ്പോൾ സന്യാസം സ്വീകരിച്ചില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സന്യാസം സ്വീകരിക്കണമെന്ന് പറയുന്നു. ആ തീരുമാനത്തിൽ തന്നെ അപ്പോൾ തന്നെ അവിടെ സന്യാസം സ്വീകരിക്കുന്നു. 2 പേർക്കും സന്യാസം അവിടെ വെച്ച് കിട്ടുന്നു. എന്നോടൊപ്പമുള്ളയാൾ രാധാകൃഷ്ണൻ സ്വാമി ദുർഗാനന്ദ സരസ്വതിയായി, അദ്ദേഹത്തിൻ്റെ പേര് രാജേശ്വരാനന്ദ. അദ്ദേഹം ഇപ്പോൾ ഗുരുവായൂരുണ്ട്. അപ്പോൾ എപ്പോഴാണോ അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്, ആ അവസരത്തെ ആരാണോ ഉപയോഗിക്കുന്നത് അവർക്ക് ജീവിതത്തിലെ അവസ്ഥകളും അതുതന്നെയാണ്. ജീവിതത്തിൽ ഓരോ നിമിഷവും തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഓരോ നിമിഷവും ഓരോ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ ഉള്ളപ്പോൾ ആ തീരുമാനമെടുക്കാതെ നമ്മൾ അലസമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിലയാണ് പലരുടെയും ജീവിതത്തിലുള്ളത്. അതാണ് പലർക്കും പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് കാരണം. നല്ലതായാലും ചീത്തയായാലും തീരുമാനമെടുക്കണം, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല. ആലോചിച്ചിട്ട് ആകാമെന്ന് പറഞ്ഞാൽ ഓഷോയുടെ കയ്യിൽ നിന്ന് സന്യാസം വാങ്ങിക്കാൻ തയ്യാറായി വന്നവൻ 3-4 പ്രാവശ്യം ഇറങ്ങിപ്പോയതുപോലെ അവൻ സന്യാസത്തിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് കൊടുത്തില്ല. സന്യാസം സ്വീകരിച്ചാലേ നിങ്ങൾക്ക് ഈ സാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ സാധിക്കൂ. സന്യാസം സ്വീകരിക്കണോ? സന്യാസം സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. സന്യാസം സ്വീകരിച്ചാലേ ആത്മസാക്ഷാത്കാരം കിട്ടൂ എന്നൊന്നും കരുതരുത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലൗകികത്തിൽ കുടുംബത്തിലിരുന്നു കൊണ്ട്, ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് ഏതൊരാളിനും ആദിശങ്കരാചാര്യസ്വാമികൾ ഏതു നിലയെ പ്രാപിച്ചോ ആ നിലയെ പ്രാപിക്കാനുള്ള സന്ദർഭം തുറന്നു കിടക്കുകയാണ്. പിന്നെന്താ പാട്? എന്താ ശങ്കരാചാര്യസ്വാമികളുടെ നില? ഞാനെന്ന് പറയുന്നത് ഈ ശങ്കരനല്ല, ഞാനെന്ന് പറയുന്നത് സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ശുദ്ധ സ്വരൂപമാണ് എന്നുള്ള ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിയിരിക്കുന്നു. ദാറ്റ് ഈസ് ശങ്കരഭാവം. വേറൊന്നുമില്ല. സാക്ഷാത്കാരം നേടിയവരുടെ ഭാവം ഇതുമാത്രമാണ്. അതെ, ആരായാലും ശരി. ആ ഭാവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാപ്യമാണ്. വേണ്ടതെന്താണ്? സന്നദ്ധത, റെഡിനെസ്. ആർ യു റെഡി ഫോർ ദാറ്റ്? കൈലാസത്തിലേക്ക് പോയപ്പോൾ മോഡൽ സ്കൂളിൽ ഞാൻ ജോലിയായിരിക്കുന്നു, അധ്യാപകനായിട്ടിരിക്കുമ്പോഴാണ് പോകുന്നത്. തിരിച്ചു വന്നപ്പോൾ സന്യാസിയായിട്ടാണ് വരുന്നത്, കാഷായ വസ്ത്രധാരിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ കയറാമോ? എന്താ കയറിയാൽ എനിക്കൊരു തടസ്സവും വന്നില്ല. കൈലാസത്തിൽ ഹിമാലയത്തിൽ പോയി അവിടെ വെച്ച് സന്യാസം കിട്ടി, തിരിച്ച് സന്യാസിയായിട്ട് വന്നു. ലീവ് കഴിഞ്ഞ് നേരെ ക്ലാസ്സിൽ പോയി സന്യാസ വേഷത്തിൽ നിന്ന് പഠിപ്പിച്ചു. ആരും ഒന്നും ചോദിച്ചില്ല. ആരാ ചോദിക്കാൻ? ഒരുത്തരും ചോദിച്ചില്ല. ഈ വേഷത്തിൽ ക്ലാസ് റൂമിനകത്ത് കയറി പഠിപ്പിക്കാമോ എന്നൊന്നും ആരും ചോദിച്ചില്ല. ഒരാളും.
എങ്ങനെയാ ചോദിക്കുന്നത്? പള്ളിയിൽ അച്ഛൻ്റെ വേഷത്തിൽ അച്ഛന്മാർ പഠിപ്പിക്കുന്നില്ലേ? എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ. ഒരാളും ചോദിച്ചില്ല. അപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനം, ആ തീരുമാനങ്ങളെ സംഭവിക്കേണ്ടതാണ്, സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ഇത് കേൾക്കുന്നത് എന്താണ്? ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. ഇനി ജന്മമില്ലാത്ത നില എങ്ങനെ നേടാമെന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും തൻ്റെ ശ്രദ്ധയെ അതിലേക്ക് ഉയർത്താനും ഉണർത്താനും സ്ഥിരപ്രതിഷ്ഠിതമാക്കാനുമുള്ള സന്ദർഭമുണ്ട്. വേണ്ടതെന്താണ്? റെഡിനെസ്, സന്നദ്ധത. ഭയപ്പാടൊന്നും പാടില്ല. ആ റെഡിനെസ് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം അസ്വസ്ഥമായി തീരുമോ, തകർന്നു പോകുമോ? ഇല്ല. നിങ്ങളുടെ കുടുംബം അങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങളിലെ ഞാനിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കുന്നു. നിങ്ങളിലെ താനിൽ ചേക്കേറുന്നു. ഞാനും താനും നിങ്ങളുടെ ഉള്ളിലുണ്ട്. താൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളിലെ താൻ എത്രയോ ശരീരങ്ങളിൽ നിങ്ങൾ വന്നിരിക്കുന്നു. ആ സമയത്തൊന്നും താൻ ഇങ്ങനെ സാക്ഷിയായിട്ടിരിക്കുന്നു. ഞാൻ ഭാവത്തിൽ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഞാൻ ഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണോ ഒരാളിന് തന്നിലെ തന്നെക്കുറിച്ചറിയാനും തന്നിലെ താൻ ഭാവത്തിലേക്ക് മാറാനും സാധിക്കുന്നത് എങ്കിൽ, ചില ആളുകൾ താൻ ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഭാവത്തിൽ നിന്ന് വിടവാങ്ങും, ഞാനിനെ ഉപേക്ഷിക്കും. ഞാനിനെ ഉപേക്ഷിച്ചാൽ അപ്പോൾ കുടുംബം ഉപേക്ഷിച്ചതിന് തുല്യമല്ലേ? ഭാര്യ, മക്കൾ എല്ലാത്തിനെയും ഉപേക്ഷിച്ചതിന് തുല്യമല്ലേ എന്ന ചോദ്യം ഉയരും. ചില ആളുകൾ, വസ്തുബോധത്തിലേക്ക് ഉണർന്ന ആളുകൾക്ക് പിന്നെ ആ ഭാവത്തിലേക്ക് ശ്രദ്ധയില്ല. ശ്രദ്ധ ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞു. അയാൾ എല്ലാം ഉപേക്ഷിക്കുന്നു. അത് വിധി. എന്നാൽ ആ സന്യാസഭാവത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് കുടുംബത്തിൽ വന്ന് ഭാര്യയോടും മക്കളോടൊപ്പം കഴിയുന്ന സന്യാസിമാരുമുണ്ട്. അങ്ങനെ ചെയ്യാമോ? എന്താ ചെയ്താൽ? ആ ആളിലെ സന്യാസഭാവം അദ്ദേഹത്തിൻ്റെ തന്നിലെ ഭാവമാണ്. അദ്ദേഹം താൻ ഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നിലെ ഞാൻ അഭംഗുരം പ്രവർത്തനക്ഷമമായിരിക്കും. ദാറ്റ് ഈസ് പ്രാരബ്ധം. ആ പ്രാരബ്ധത്തെ അയാൾ കട്ട് ചെയ്യുന്നില്ല. പ്രാരബ്ധം അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അയാൾക്ക് ആ സന്യാസഭാവത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ സാധിക്കും. കാരണം അയാളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ഈ സന്യാസി ഭാവത്തിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. അവിടെ ജ്ഞാനമാണ്. ഞാൻ എന്നിലെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്നിലെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്നിലെ താൻ ഭാവത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. അല്ലാതെ കാഷായ വസ്ത്രത്തെ അല്ല അയാൾ കാണുന്നത്. അയാൾ തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തന്നിലെ ഞാനിനെയും താനിനെയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. തന്നിലെ താൻ ഭാവത്തിലേക്ക് അയാൾ ഉയർന്ന്
അതിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴും പ്രാരബ്ധാനുസാരം തന്നിലെ താൻ തുടർന്നുകൊണ്ടേയിരിക്കും. ചിലർ അത് കട്ട് ചെയ്യുന്നില്ല, ചിലർ കട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. കട്ട് ചെയ്യാതിരിക്കുന്നവർക്ക് അത് യാതൊരു തടസ്സവുമല്ല. ദാറ്റ് ഈസ് പ്രാരബ്ധ. എന്നാൽ ആ സമയത്ത് അയാൾ തൻ്റെ ശ്രദ്ധയെ മുഴുവനും തന്നിലെ താൻ ഭാവത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് സന്യാസത്തിൻ്റേതായിട്ടുള്ള സർവഭാവങ്ങളും ശുദ്ധരൂപത്തിൽ തന്നെ പരിപാലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ അയാൾ പങ്കുചേരുമോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യ കാര്യങ്ങളിലെല്ലാം പങ്കുചേരും. അയാളുടെ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പങ്കുചേരും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഇടപെടുകയില്ല. അത് തിരിച്ചറിവിലൂടെ തന്നെ സദാ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. തൻ്റെ മാർഗത്തിനൊരു കേടും പറ്റാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ടേയിരിക്കും. അല്ലേ? സന്യാസവേഷധാരിയായിട്ട് സ്കൂളിൽ വന്ന് ക്ലാസ്സിലെടുത്തപ്പോൾ ആ സന്യാസവേഷത്തിന് എന്തെല്ലാം ശ്രദ്ധകൾ കൊടുക്കേണ്ട ആയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഒരു തടസ്സവുമില്ല. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല ആ ധാരണം. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾക്ക് അഭിനയിക്കേണ്ടി വരും. ഇത് ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മൾ യഥാർത്ഥത്തിൽ അതുമായിട്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നു. അതുപോലെ നിങ്ങൾക്കും ലൗകികത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന അറിവിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റാം. ഇവിടെ സന്യാസവേഷമൊന്നും ധരിക്കേണ്ട കാര്യമില്ല. തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധയെ മാറ്റേണ്ടതായിട്ടാണ് ഉള്ളത്. നമ്മൾ ഋഭുഗീതയിലെ 6-ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ്. 5 എണ്ണം കഴിഞ്ഞു. യസ്യ ദേഹാദികം നാസ്തി യസ്യ ബ്രഹ്മേതി നിശ്ചയഃ പരമാനന്ദപൂർണോ യഃ സ ജീവൻ മുക്ത ഉച്യതേ. യസ്യ ദേഹാദികം നാസ്തി. ആർക്കാണോ ഈ ദേഹാദികൾ, ദേഹം, മനസ്സ്, ബുദ്ധി എന്ന് പറയുന്ന ഈ വസ്തുക്കളൊക്കെ എനിക്കില്ല, ഞാൻ ദേഹമല്ല, പിന്നെയോ ദേഹി, അഹം ദേഹീതി നിശ്ചയ. അല്ലേ? ആളുകൾക്ക് ശ്രദ്ധയുണ്ടായി കഴിഞ്ഞാൽ അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹംഭാവം പരിത്യജ്യ സർവമേവ ലയം യാതി സുപ്താഹസ്തസ്യ പുഷ്പവത്. തേജോബിന്ദു ഉപനിഷത്ത്, യജുർവേദത്തിലെ തേജോബിന്ദു ഉപനിഷത്ത് പറയുന്നതാണ്. ആ ഭാവം അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹംഭാവം പരിത്യജ്യ. ഞാൻ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല, പിന്നെയോ ഞാൻ ആ ബ്രഹ്മം, എന്നിലെ താൻ. നമ്മൾ ഞാനും താനും എന്ന് പറയുന്നത് ഞാൻ ജീവൻ, താൻ ബ്രഹ്മം. ഞാൻ ജീവൻ, തന്നിലെ താൻ ബ്രഹ്മം. തന്നിലെ താൻ, എന്നിലെ താൻ ആ ബ്രഹ്മം തന്നെയാണ്. എന്നിലെയും താൻ, അവനിലെയും താൻ, അവളിലെയും താൻ. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിനഃ. സമദർശിത്വം. ഏതൊരു ആളാണോ തൻ്റെ ഉള്ളിലിരിക്കുന്ന തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞു കഴിയുന്നത്, തന്നിലെ താനിലേക്ക് ഉണരുന്നത്, അയാൾക്ക് തന്നിലെ തന്നെ എല്ലാത്തിലും കാണാൻ സാധിക്കും. തന്നിലെ താൻ തന്നെയാണ് അവനിലെയും താൻ, അവളിലെയും താൻ,
ഹിന്ദുവിലെയും താൻ, ക്രിസ്ത്യാനിയിലെയും താൻ, അത് സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ഏകമായ ഈശ്വര ചൈതന്യം, ഈശ്വര തത്വം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ, സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിട്ട് വർത്തിക്കുന്ന ആ ആത്മചൈതന്യം, അതാണ് തന്നിലെ താൻ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നത്. അതിനെ വേർതിരിച്ച് എടുക്കാൻ എന്താ പാട്? എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അതായിട്ടിരുന്നാൽ മതി. ഈ അറിവിലേക്ക് നിങ്ങൾ ഉണരുക. ഞാനും താനും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഞാനായിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ലിമിറ്റഡായി, അല്ലേ? ലിമിറ്റഡായി നിങ്ങളുടെ ശരീരത്തിൽ മാത്രം. തന്നിലെ താനായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ അൺലിമിറ്റഡായി. നിങ്ങൾ സർവശരീരങ്ങളിൽ കൂടിയും വർത്തിക്കുന്നു. സർവഭൂതസ്ഥമാത്മാനം, സർവഭൂതങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നിങ്ങൾ തന്നിലെ താനായിട്ട് മാറുമ്പോൾ. അതിന് ഒരഭ്യാസവും വേണ്ട, ഒരു സാധനയും വേണ്ട, അല്ലേ? ഒന്നും പറയുന്നില്ല നിങ്ങൾ അവിടെ പോയി തലകുത്തി നിൽക്കണമെന്നോ, അല്ലേ, ഇന്ന ആസനത്തിലിരിക്കണമെന്നോ ഒന്നും പറയുന്നില്ലല്ലോ. ഈ അറിവ് നില ആർക്കാണോ സദാ തന്നിൽ നിലനിർത്താൻ സാധിക്കുന്നത്, തന്നിലെ ഞാനും തന്നിലെ താനും. ഞാൻ നിങ്ങളിലെ നാമരൂപധാരിയായ ഞാൻ, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. അതല്ല നിങ്ങളുടെ സ്വരൂപം. നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ പ്രതിബിംബമാണത്. തന്നിലെ ഞാൻ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ പ്രതിബിംബം. ആ പ്രതിബിംബത്തിലാണ് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ വിടണം. നിങ്ങളിലെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം തന്നിലെ താൻ. അതാണ് ഈശ്വര സ്വരൂപം. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരനുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നില്ലേ? ഇല്ലേ? ആർക്കാ പറയാൻ കഴിയാത്തത്? എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ ഈശ്വരൻ, തന്നിലെ ഞാൻ ജീവൻ. ജീവ ഏവ ശിവ, ശിവ ഏവ ജീവ. ജീവൻ തന്നെയാണ് ശിവൻ, ശിവൻ തന്നെയാണ് ജീവൻ. എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന് ബിംബം, മറ്റത് പ്രതിബിംബം. ശിവൻ ബിംബം. ശിവൻ എന്ന് പറയുമ്പോൾ ദേവൻ, ശിവം മംഗളസ്വരൂപം. അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ വ്യത്യാസമൊന്നുമില്ല. ദേവൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദിവ്യസ്വരൂപമായതുകൊണ്ട്. ദിവ്യസ്വരൂപമെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശസ്വരൂപം, ദിവ് പ്രകാശിക്കുക, പ്രകാശസ്വരൂപമായതുകൊണ്ട്. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ പട്ടിയെന്നോ പൂച്ചയെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ല. സർവ്വശരീരങ്ങളിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ജ്യോതിസ്വരൂപത്തെയാണ് ദേവൻ, ദിവ്യം, ദിവ്യസ്വരൂപം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ദൈവം എന്ന് പറയുന്നത്. ആ ദൈവം എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നിലെ താൻ. ആരുടെ ഉള്ളിലാണ് ഇല്ലാത്തത്? ഞാനുണ്ടോ? ഉണ്ട്. ഞാനുണ്ടെങ്കിൽ താനുമുണ്ട്. ഞാനുണ്ടാകുന്നത് എങ്ങനെയാണ്? തൻ്റെ പ്രതിബിംബം, തന്നിലെ തൻ്റെ പ്രതിബിംബം. നാം പ്രതിബിംബത്തെ മാത്രമേ കാണുന്നുള്ളൂ, പ്രതിബിംബത്തിൽ മാത്രമാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ വെടിതീരാൻ പോവുകയും ചെയ്യുക. അങ്ങനെ തന്നെ മരിക്കാനുള്ള അവസരം ഉണ്ടാകരുത്. മരിക്കുന്നതിന് മുൻപ്, അതാണ് പറഞ്ഞത്, ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ജീവൻ വെടിയാം. അതിനു മുൻപ് ഈ അറിവ് നിലയിലേക്ക്
നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ മാറ്റി പ്രതിഷ്ഠിക്കണം. ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന അറിവ് നിലയിലേക്ക്, ആ ബോധനിലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറണം. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. അല്ലാതെ കാഷായ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നതും താടി വളർത്തിക്കൊണ്ട് നടക്കുന്നതൊന്നുമല്ല ഈ അറിവ് നില. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും, എല്ലാ സാക്ഷാത്കാരം നേടിയ ആളുകളുടെയും നില ഇതുതന്നെയാണ്. രമണ മഹർഷിയുടെ നില ഇതുതന്നെയാണ്. രാമകൃഷ്ണ പരമഹംസൻ്റെ നില ഇതുതന്നെയാണ്. എല്ലാവരുടെയും, ആദിശങ്കരാചാര്യ സ്വാമികളുടെ നില ഇതുതന്നെയാണ്. ഞാനെന്ന് പറയുന്നത് ഇതാണ്. കൃഷ്ണൻ പറയുന്നില്ലേ, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച. എല്ലാത്തിൻ്റെയും ആദിയും അന്തവും അവസാനവും മധ്യവും ഒക്കെ ഞാൻ തന്നെയാണ്. ആ ഞാനെന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഞാൻ ഭാവമായിട്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്. ആ ഞാൻ ഭാവത്തിലൂടെ ഏതൊരാളാണോ തന്നിലെ തന്നെ തിരിച്ചറിയുന്നത്, അതാണ് സാക്ഷാത്കാരം. തന്നെ തിരിച്ചറിഞ്ഞ് ഈ ശരീരത്തിൽ തന്നെ ആർക്കാണോ ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ സാധിക്കുന്നത്, ദാറ്റ് ഈസ് സാക്ഷാത്കാര നില. ആർക്കുമാകാം. അതിന് നിങ്ങളുടെ ലൗകിക ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തണ്ട. ബി വിത്ത് എവ്രിതിങ് ആൻഡ് ചേഞ്ച് ദ ഭാവ. ഞാനിൽ നിന്ന് താനിലേക്ക് മാറുക. ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ ഭാവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ എന്ന് പറയുമ്പോൾ ആ ഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഉണർന്ന് അതിൽ പ്രകാശിക്കുമ്പോൾ പിന്നെ നിങ്ങൾ സർവവ്യാപിയായി തീരുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു റാന്തൽ കത്തിച്ചു വച്ചിരുന്നാൽ അത് ഞാൻ. ആകാശത്തേക്ക് നോക്കി സൂര്യൻ പ്രകാശിച്ചു നിൽക്കുന്നതിനെ ശ്രദ്ധിച്ചാൽ അത് താൻ, തന്നിലെ താൻ. റാന്തൽ വെളിച്ചം ഞാൻ, തന്നിലെ താൻ സൂര്യനെ പോലെ എങ്ങും നിറഞ്ഞു നിൽക്കും. അതുപോലെ ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിലേക്ക് ഉണർത്തിയാൽ അയാൾ സർവവ്യാപിയായിത്തീരുന്നു. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ. അയാൾ ആരെ പട്ടിയെ കണ്ടാലും അയാൾ തന്നിലെ തന്നെ കാണും. കാരണം എന്താ? ആ പട്ടിയിലിരിക്കുന്ന ചൈതന്യം എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം, എന്നിലെ താൻ തന്നെയാണ് ആ പട്ടിയുടെയും ചൈതന്യമായിട്ട് പട്ടിയിലിരിക്കുന്നത്. ആകാശത്തിൽ പറക്കുന്ന പക്ഷിയെ കാണുമ്പോൾ ആ പക്ഷിയുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവും എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. അതാണ് സമദർശിത്വം. എല്ലാത്തിലും തന്നെയാണ് കാണുന്നത്. താൻ തന്നെയാണ് എല്ലാമായിരിക്കുന്നത്. അങ്ങനെയുള്ളയാൾ ഒന്നിനോടും വെറുപ്പ് കാണിക്കുകയില്ല. എല്ലാത്തിനെയും എങ്ങനെയാണ് കാണുന്നത്? താനായിട്ട് തന്നെയാണ് കാണുന്നത്. താൻ തന്നെയാണ് സർവവുമായിരിക്കുന്നത്. അതാണ് സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്ന ആ ഈശ്വരത്വത്തെ ഏതൊരാളാണോ ഇതുപോലെയുള്ള സത്സംഗങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് ആ ഈശ്വരനെ തന്നിലെ ആ താനായിട്ട് തിരിച്ചറിഞ്ഞ് ബോധിച്ച് ആ ഭാവത്തിൽ ഉണർന്നിരിക്കുന്നത്, അയാൾക്ക് സർവചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ കാണാൻ സാധിക്കും. ഏകോ ദേവഃ
സർവഭൂതേഷു ഗൂഢ. ഇതാണ് സാക്ഷാത്കാര നില ഉണ്ടാകുമ്പോൾ ഉള്ള അനുഭവം. അത് മനുഷ്യ ജീവിതത്തിൽ ഏതൊരാളിനാണോ നേടാൻ സാധിക്കുന്നത് അയാൾ ഭാഗ്യവാൻ. അയാൾക്ക് ഇനി ജന്മം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് ജന്മം ഉണ്ടാകുന്നില്ല? തന്നിലെ താനായിട്ട് തിരിച്ചറിഞ്ഞ് ആരാണോ ഞാൻ ഭാവത്തിൽ നിന്ന് താൻ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ സ്ഥിരപ്പെടുത്തുന്നത് അയാൾക്ക് മരണമില്ല. മരണമില്ല എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ ഈ ശരീരം അടർന്നു വീഴും. അതിനെയാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. ആ മരണം നടക്കുമ്പോൾ അടർന്നു വീഴുന്ന ശരീരത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ജീവൻ വേറെ ശരീരത്തിലേക്ക് പോകുന്നു സാധാരണഗതിയിൽ. അതേ സമയത്ത് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെയുള്ള അറിവിലേക്ക് ഉണർന്ന് തന്നിലെ ഞാൻ ഭാവത്തിൽ നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉണർത്തി അതിൽ സ്ഥിരപ്പെടുത്തുന്നത് അയാൾ മരിക്കുന്ന അവസരത്തിൽ അയാളുടെ ജീവൻ എങ്ങോട്ടും പിരിഞ്ഞു പോകുന്നില്ല. പിന്നെ എന്ത് സംഭവിച്ചു? തന്നിലെ താൻ ഭാവവുമായിട്ട് യോജിച്ചു, ഏകീഭവിച്ചു. തന്നിലെ താൻ എന്താണ്? ബ്രഹ്മം. തന്നിലെ താൻ ബ്രഹ്മം, എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ഏക വസ്തു, ആ ഈശ്വര ചൈതന്യവുമായിട്ട് ഏകീഭവിച്ചു. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്ന ആ ഈശ്വര ചൈതന്യവുമായിട്ട് തൻ്റെ ശ്രദ്ധ ഏകീഭവിച്ചു. അതുകൊണ്ടാണ് അയാൾക്ക് മരണമില്ലാത്തത്. അതുമായിട്ട് ഏകീഭവിച്ചത് കൊണ്ട് പുനർജന്മം ഇല്ല. അയാൾ മരിക്കുന്നില്ല. മരണമില്ലാത്ത വസ്തുവുമായിട്ട് യോജിച്ചു കഴിഞ്ഞു. അതാണ് തന്നിലെത്താൻ. അതിനുള്ള മാർഗം എന്താണ്? അതാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. തന്നിലെത്താൻ. തന്നിലെത്താൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നു. തന്നിലെത്താൻ എത്ര നിസ്സാരം! ആ മരണമില്ലാത്ത നില കൈവരിക്കുന്നതിനുള്ള മാർഗം എത്ര ലളിതം, നിസ്സാരം. ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ ആരുടെ ശ്രദ്ധയാണോ സദാ നിലനിൽക്കുന്നത്, സദാ നിലനിർത്താൻ സാധിക്കുന്നത്, അയാൾക്ക് മരണമില്ല. മരണമില്ലാത്തത് കൊണ്ട് അയാൾ പുനർജനിക്കുന്നില്ല, പുനർജന്മവുമില്ല. മരണമില്ലാത്തത് എന്തുകൊണ്ടാണ്? മരണമില്ലാത്ത ആ അമൃതസ്വരൂപം, അമരസ്വരൂപവുമായിട്ട് അയാൾ തൻ്റെ ശ്രദ്ധയെ യോജിപ്പിച്ചു. തന്നിലെത്താൻ മരണമില്ലാത്ത അമൃതസ്വരൂപം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു. അതിന് വേറെ മാർഗമൊന്നും, വേറെ ആരുടെയും സൗജന്യമൊന്നും ആവശ്യമില്ല, അനുവാദമൊന്നും ആവശ്യമില്ല. ഈ അറിവ് നിലയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കുക മാത്രം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. ആത്മാവിനെ താഴ്ത്തിക്കെട്ടരുത്. താഴ്ത്തിക്കെട്ടരുത് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഭാവത്തിൽ തന്നെ തുടർന്നും നിൽക്കാൻ അനുവദിക്കുന്നതാണ് ആത്മാവിനെ താഴ്ത്തിക്കെട്ടൽ. ഞാൻ ഭാവത്തിൽ തന്നെ നിങ്ങളെ തുടരാൻ അനുവദിക്കുന്നതിനെ ആണ് താഴ്ത്തിക്കെട്ടൽ. ആത്മാനം അവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനഃ. ആ ആത്മബോധത്തിലേക്ക് ഉണർന്ന് ആ ആത്മചൈതന്യമാണ് തന്നിലെത്താൻ. ഇതുവരെ പറഞ്ഞതാണ് തന്നിലെത്താൻ. ആ ആത്മചൈതന്യം അതാണ് തൻ്റെ ശ്രദ്ധയെ ഉണർത്തുന്നത്.
അതിനെക്കുറിച്ചാണ് നിരന്തരം കേൾക്കേണ്ടത്, നിരന്തരം വിചാരം ചെയ്യേണ്ടത്, നിരന്തരം അറിയേണ്ടത്. അതാണ് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം എന്നുള്ള മന്ത്രമൊക്കെ പറയുന്നത്. അതാണ് എല്ലാം ബ്രഹ്മം. എല്ലാം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തന്നിലെ താൻ. ആ യഥാർത്ഥ വസ്തു നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിട്ടും അതിലേക്ക് അല്പം പോലും ശ്രദ്ധ നിങ്ങൾ കാണിക്കുന്നില്ല. ഇല്ലേ? കാണിക്കുന്നുണ്ടോ? നിങ്ങളുടെ ശ്രദ്ധ എത്രമാത്രം തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക്, ആ ഈശ്വരത്വത്തിലേക്ക്, ആ ഈശ്വരനിലേക്ക് ഉയർത്തുന്നുണ്ട്? ഇപ്പം കിട്ടിയിരിക്കുന്ന അവസരം പാഴാക്കി കളയരുത്, ഒരു നിമിഷം പോലും പാഴാക്കി കളയരുത്. നിരന്തര വിചാരത്തിലൂടെ ആ ശ്രദ്ധയെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശിവോഹം എന്ന മന്ത്രം നിങ്ങൾ ഉച്ചരിക്കുക. ശിവോഹം, ശിവോഹം, ശിവം, ആ മംഗളസ്വരൂപം, അതാണ് തന്നിലെ താൻ. ശിവം എന്ന് പറയുന്നത് തന്നിലെ താൻ. ശിവോഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ എന്നിലെ ഞാനല്ല, ഞാൻ എന്നിലെ താൻ എന്ന ഭാവത്തിലേക്ക് നിങ്ങൾ ഉണർന്നിരിക്കുന്നു എന്ന ഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ശിവം, ശിവം, ശിവം. ശിവം എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപം. ആ പാമ്പൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന പാർട്ടിയെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശിവം, മംഗളസ്വരൂപം, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടും. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. പട്ടിയുടെയും പൂച്ചയുടെയും സർവചരാചരങ്ങൾ, വൃക്ഷലതാദികളുടെയും പക്ഷിമൃഗാദികളുടെയും ഒക്കെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് സർവേശ്വര ചൈതന്യം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധനിലയിലേക്ക് തൻ്റെ ശ്രദ്ധയെ മാറ്റി പ്രതിഷ്ഠിക്കണം. അതാണ് ഇതുവരെ പറഞ്ഞത്. ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ മാറ്റി പ്രതിഷ്ഠിക്കുന്നത് അവിടെ ഇത് സംഭവിച്ചിരിക്കും. അതിനുള്ള അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. യാതൊരു കാരണവശാലും പാഴാക്കി കളയരുത്. അങ്ങനെ വരുന്ന അവസരത്തിലാണ് ഈ മന്ത്രം ഋഭുഗീത പറയുന്നത്. 11-ാം അധ്യായത്തിലെ 6-ാമത്തെ മന്ത്രം, യസ്യ ദേഹാദികം നാസ്തി. ആ ആളിന് പിന്നെ ഈ ദേഹമില്ല. പിന്നെ എന്താ ഉള്ളത്? ദേഹി, തന്നിലെ താൻ. ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത. ദേഹത്തിനെ നമുക്ക് വെട്ടിക്കണ്ടിക്കാം, അല്ലേ? നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ശൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. അച്ഛേദ്യ. ആർക്കും ഇതിനെ മുറിക്കാനോ വെട്ടിക്കണ്ടിക്കാനോ എണ്ണയിലിട്ട് വറുക്കാനോ വെള്ളത്തിലിട്ട് ദ്രവിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. ഏതിനെ? ദേഹിയെ. ദേഹത്തെ സാധിക്കും. ആ ദേഹിയാണ് നിങ്ങൾ. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത. എല്ലാ ശരീരങ്ങളിലും, അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ പട്ടിയെന്നോ പൂച്ചയെന്നോ ഒരു വ്യത്യാസവുമില്ല. ദേഹങ്ങളിലും കുടികൊള്ളുന്ന ആ ഈശ്വര സ്വരൂപം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. തന്നിലെ താൻ, അത് തൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടും ഉണ്ടായിട്ടും ഇപ്പോഴും ഞാൻ ഭാവത്തിൽ തന്നെയാണ് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ടും എത്ര പേർ തന്നിലെ താൻ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ മാറ്റും എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചിന്തയെ പോയി കഴിഞ്ഞു. തന്നിലെ തന്നെക്കുറിച്ച് നിരന്തര വിചാരം വേണം. യസ്യ ദേഹാദികം നാസ്തി യസ്യ ബ്രഹ്മേതി നിശ്ചയഃ. ആ ദേഹം ഇല്ലാത്തത് ആർക്കാണ്? ഞാൻ ആ ബ്രഹ്മമാണെന്നുള്ള ബോധത്തിലേക്ക് ഉണർന്നിട്ടുള്ള ആളിന്, തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉണർന്നിട്ടുള്ള ആളിന് ഈ ശരീരം ഇല്ല. യസ്യ ദേഹാദികം നാസ്തി പരമാനന്ദപൂർണോ യ സ ജീവൻ മുക്ത ഉച്യതേ. തന്നിലെ തന്നെക്കുറിച്ച് ബോധവാനായി കഴിഞ്ഞാൽ അവൻ പരമാനന്ദ സ്വരൂപനായിത്തീരുന്നു. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ ശിവരാത്രി ദിവസം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ശിവതത്വത്തിലേക്ക് ഉണർവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഇന്ന് തിരുവണ്ണാമലയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ 23-ാം തീയതി തിരുവണ്ണാമലയിലേക്ക്, അടുത്ത തിങ്കളാഴ്ച തിരുവണ്ണാമലയിലേക്ക് പോകുന്നു. അപ്പോൾ മാർച്ച് 1-ാം തീയതി ഞായറാഴ്ച ഇവിടെ പ്രഭാഷണം ഉണ്ടായിരിക്കില്ല. 23-ാം തീയതി പോയി കഴിഞ്ഞാൽ മാർച്ച് 1 ഞായർ 7 ദിവസം അവിടെ ആയിരിക്കും. അപ്പോൾ 1-ാം തീയതി ഞായറാഴ്ചയാണ്, അന്ന് തിരുവണ്ണാമലയായിരിക്കും. അതുകൊണ്ട് 1-ാം തീയതി, മാർച്ച് 1-ാം തീയതി ഇവിടെ പ്രഭാഷണം ഉണ്ടായിരിക്കില്ല. അത് ഓർമ്മയില്ല.